നാളെ അള്ളാഹുവിന്റെ വിചാരണ എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ പേടിക്കുന്നത്, റബ്ബേ നാളെ ഞാൻ ചെല്ലുമ്പോ ഞാൻ അപമാനിക്കപ്പെടുമോ? എന്റെ കിതാബ് എന്നോട് വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞാനിതങ്ങ് വായിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ മനുഷ്യന്മാരറിയില്ലേ, ആളുകൾ കേൾക്കൂല റബ്ബേ, ഞാൻ ഫളീഹത്തായി പോവില്ലേ, ഞാൻ നാണം കെട്ടു പോവില്ലേ? മനുഷ്യരുടെ മുമ്പിലാണിത്, അള്ളാഹുവാണ് വായിപ്പിക്കുന്നത്. ഓരോരുത്തരെയും കോടി ബില്യൺ കണക്കിന് മനുഷ്യന്മാർ വന്നാലും വളരെ പെട്ടെന്ന് ഹിസാബ് ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലു. ഇവരുടെ മുമ്പിൽ ഞാൻ എന്റെ വാക്ക്, എന്റെ കിതാബ് വായിച്ച് അപമാനപ്പെടുമോ എന്ന് പേടിയുണ്ടെങ്കിൽ, നാളെ നമ്മുടെ തിന്മകൾ മറയപ്പെട്ടു പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതാ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫി ദുനിയ. ഏതെങ്കിലും ഒരാളെ ദുനിയാവിൽ മറച്ചു വെച്ചാൽ, ഒരാൾ ചെയ്ത ഒരു മോശം, അവൻ ചെയ്ത ഒരു തിന്മ, അവൻ ചെയ്ത ഒരു വേണ്ടാത്ത സംഗതി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കതിന്റെ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, യസ്തുറു നിങ്ങൾ മറച്ചുവെച്ചു. ലാ യസ്തുറു അബ്ദുൻ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരാളുടെയെങ്കിലും ഒരു മോശപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞ് മറച്ചുവെച്ചാൽ നിങ്ങളുടെ സർവ്വ തിന്മകളും അല്ലാഹു നാളെ മറച്ചു വെക്കും. അത് ഫ്ലാഷ് ആക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ എന്ത് കിട്ടിയാലും അപ്പോഴൊക്കെ വാട്സപ്പിൽ വിടുകയാണ്. എന്ത് കിട്ടിയാലും അത് ആരെ ചീത്ത പറയാം. ഇപ്പൊ പരസ്പര ബഹുമാനം, ഈ പ്രതിപക്ഷ ബഹുമാനം ഒന്നും ഇല്ലാത്ത കാലം അല്ലേ? ഒരു ഫോട്ടോ അവിടുന്ന്, ഒരു ഫോട്ടോ ഇവിടുന്ന്, എന്നിട്ട് അടിക്കുറിപ്പും കൊടുക്കുക. എന്താ സുബ്ഹാനല്ലാഹ്, അത് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ആരെ പറ്റി പറയുന്നത്? ഒരു മനുഷ്യന്റെ ഓണർ, ഒരു മനുഷ്യന്റെ ബഹുമാനം, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ സൽപ്പേര്, ഇതൊന്നും വിഷയമല്ലല്ലോ, സംഭവമല്ല. ഞാൻ തെറ്റ് കണ്ടുപിടിക്കുന്ന ആളാ. ഇങ്ങനെ ഈ ഡിറ്റക്ടേഴ്സ്, നമ്മുടെ ഷെർലക് ഹോംസിന്റെ ആളുടെ പേരെന്താ? ഷെർലക് ഹോംസ് തന്നെയാണല്ലേ? ആർതർ കൊനാൻ ഡോയ്ലി അല്ലേ? അപ്പോ എന്ന പോലെ ഈ കുറ്റാന്വേഷണ ഗവേഷകന്മാരായിട്ട് മനുഷ്യന്മാർ മാറുന്ന കാലമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളത് ആവരുത്, തിന്മ മറച്ചു വെക്കാനുള്ളതാണ്. തിന്മകൾ മറക്കപ്പെടേണ്ടവയാണ്. ഒരാളും ഒരു തിന്മ പരസ്യമാക്കിയിട്ട് അയാൾക്ക് നന്നാവാൻ പറ്റുമോ? അയാൾക്കതുകൊണ്ട് എന്തുപകാരം? അയാൾക്കൊന്ന് ഞാൻ നന്നാവട്ടെ എന്ന് വിചാരിച്ച മനുഷ്യൻ ഒന്ന് നമ്മൾ മറച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹു മറച്ചു വെക്കുന്നുണ്ടല്ലോ, അള്ളാഹു മറച്ചു വെക്കണില്ലേ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 70,000 ആളുകളോടുകൂടെ മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വരുന്നു. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ. 70,000 ആളുകൾ, 70,000 ആളുകളുമായി മൂസ നബി അലൈഹിസ്സലാം മഴയെ തേടിയുള്ള നിസ്കാരത്തിന് വരികയാണ്. ഇസ്തിസ്ഖാ. മൂസ നബിന്റെ കാലത്ത് മഴയില്ലാഞ്ഞിട്ട് മഴയെ തേടി നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൃഗങ്ങൾ, കന്നുകാലികളൊക്കെ കൊണ്ടുവരണം. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വിശാലമായ ഒരു തുറസായ സ്ഥലത്ത് വന്നിരുന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച്, അള്ളാഹുവിനോട് താണുകേണ്. നമ്മൾ നോമ്പ് നോൽക്കണം അതിന് മുമ്പ് വരണമെങ്കിൽ, ഇസ്തിസ്ഖാന്റെ മുമ്പ്. അങ്ങനെ വളരെ സാധുവായൊരു മനുഷ്യന്റെ വസ്ത്രക്കെട്ടിട്ട് വരാവുന്ന, നമ്മൾ വളരെ VIP സ്യൂട്ടും കൊണ്ടുവന്നിട്ടൊന്നും വരില്ല നിസ്കാരിക്കാൻ. ഏത് ഇസ്തിസ്ഖാ നിസ്കാരത്തിന് മഴയെ തേടി നിസ്കരിക്കാൻ വരുമ്പോൾ വളരെ മുതബദ്ദിലീന, വളരെ സാധുവായ ഒരു മനുഷ്യന്റെ ഡ്രസ്സില വരാവുന്ന, അങ്ങനെ വന്ന് ദുആരക്കുന്ന നിസ്കാരമാണ് മഴയെ തേടിയുള്ള നിസ്കാരം. സുബ്ഹാനല്ലാഹ്. ആ ഒരു നിസ്കാരത്തിന് മൂസ നബി അലൈഹിസ്സലാം വന്നു. മൂസ നബി ദുആ ചെയ്തു, ഇലാഹി, പടച്ചവനെ, ഇലാഹി അസ്അലുക്കൽ ഗൈസ, മഴ തരണം പടച്ചവനെ, ബിൽ അത്ഫാലി റുദ്ദഇ, റബ്ബേ അമ്മിഞ്ഞപ്പാല് കുടിക്കുന്ന കൊച്ചു മക്കൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, അവരെ വിചാരിച്ച്, വൽ ബഹാഇമി റുത്തഇ, റബ്ബേ മേഞ്ഞു നടക്കാൻ പുല്ല് കിട്ടാതെ വിശന്ന് നടക്കുന്ന മൃഗങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, അവരെ വിചാരിച്ച് ഇനി ഞങ്ങൾക്ക് മഴ താ. പിന്നെ പറഞ്ഞു, വൽ വശുയൂഖി റുക്കഇ, അല്ലാഹുവേ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വളരെ കഷ്ടപ്പാടുള്ള പ്രായമുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, അവരെ വിചാരിച്ച് മഴ താ പടച്ചവനെ. എന്ത് ദുആ ചെയ്തിട്ട് മഴ വരണ്ടേ? ആകാശത്ത് ചൂട് കൂടുകയാണ്, വെളിച്ചം കൂടുകയാണ്, ഒരു മേഘത്തിന്റെ ഒരു മേഘപടലം പോലും വരുന്നില്ല. അങ്ങനെ മൂസ നബി ചോദിച്ചു, യാ റബ്ബി, പടച്ചോനെ നീ എന്താ ഞങ്ങൾക്ക് മഴ തരാത്തത്? പറഞ്ഞു മൂസ നബിയെ, വകൈഫ അസ്ഖീകും, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മഴ തരിക? വഫീകും റജുലുൻ യുബാരിസുനി ബിൽ മഅസിയതി 40 സന, 40 വർഷമായി തെറ്റ് ചെയ്ത് നടക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അയാൾ പുറത്തു പോവാതെ ഞാൻ മഴ തരില്ല എന്ന് അള്ളാഹുവിന്റെ വഹി വന്നു മൂസ നബി അലൈഹിസ്സലാം. സ്വഹീഹായ ഹദീസ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മഴ തരൂല 40 കൊല്ലം. അപ്പൊ ഞാൻ മനസ്സിലാക്കണേക്കും മിനിമം 55 വയസ്സായിട്ടുണ്ടാവും. 15 വയസ്സ് കഴിഞ്ഞിട്ട് ആ തിന്മ ചെയ്യുന്ന ആ പ്രായപൂർത്തിയുടെ കാലം എന്ന് മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ ഒരു 19 വയസ്സുള്ള ഒരാൾ
തിന്മ ചെയ്ത് കള്ളുപിടിച്ച് നടക്കുന്ന മനുഷ്യനാണ്, തോന്നിവാസം ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, തരൂല, മഴ തരില്ല. അതുകൊണ്ട് അയാളോട് മൂസ നബിയെ പറയണം, ഖുൽ ഫൽയഖ്റുജ് മിൻ ബൈനിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് അയാളോട് മാറി നിൽക്കാൻ വേണ്ടി പറയും, എന്നാ ഞാൻ മഴ തരാം. മൂസ നബി ചോദിച്ചു, യാ അല്ലാഹ്, ഞാൻ എങ്ങനെ വിളിച്ചു പറയും? വഹും 70,000, ഇവർ 70,000 ഉണ്ടല്ലോ പടച്ചോനെ, ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ ആരായത് മുഴുവൻ കേൾക്കുന്നത്? മൂസ നബിയെ അലൈക്കൻ നിദാ വഅലയ്യൽ ബലാഗ്, നിങ്ങൾ പറഞ്ഞോളൂ, എത്തിച്ചു കൊടുക്കേണ്ടത് എന്റെ കാര്യം, എന്റെ കടമയാണ്, നിങ്ങൾ പറഞ്ഞോളൂ. മൂസ നബി പറഞ്ഞു, അല്ല, അറിയണേ, നിങ്ങളിൽ 40 കൊല്ലമായി അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അയാളൊന്ന് പുറത്തു പോകണം, എന്നാലേ അള്ളാഹു മഴ തരൂ എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇയാളിങ്ങനെ നോക്കി നളറ യമീനം വശിമാലൻ, ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടോ? ആരും പോണില്ല. ഇയാൾ ഉറപ്പിച്ചത് എന്നെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ആരും പുറത്തു പോണില്ല. ഇയാള് കാലം കണ്ട് മറച്ചു പിടിച്ചിട്ട് പറഞ്ഞു, യാ റബ്ബി, അല്ലാഹുവേ, 40 കൊല്ലം നീ എന്നെ മറച്ചു വെച്ചില്ലേ, ആരെ അറിയിച്ചു കൊടുക്കാതെ? റബ്ബേ ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി റബ്ബേ, എനിക്ക് മാപ്പ് തരണം പടച്ചോനെ, ഞാൻ തൗബ ചെയ്തു റബ്ബേ, ഞാൻ തൗബ ചെയ്തു റബ്ബേ, എന്നെ സ്വീകരിക്കണം പടച്ചോനെ. ഉടനെ മഴ പെയ്യായി. മുസ്ലിം ചോദിച്ചു, യാ അല്ലാഹ്, ഞങ്ങൾ 4 പുറത്തു പോയിട്ടില്ലല്ലോ, മഴ പെയ്തല്ലോ എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മഴ തന്നു, ബില്ലദീ മനാഅതുകും ബിഹി, ആര് കാരണമാണോ ഞാൻ മഴ തടഞ്ഞു വെച്ചത്, അവൻ കാരണം തന്നെ നിങ്ങൾക്ക് ഞാൻ മഴ തന്നിരിക്കുകയാണ്. മൂസ നബി ചോദിച്ചു, യാ അല്ലാഹ്, അങ്ങനത്തെ ഒരു നല്ല മനുഷ്യനെ ഒന്ന് കാണിച്ചില്ല പടച്ചോനെ, അയാൾ കൊണ്ട് മഴ കിട്ടി. മൂസ നബിയെ 40 കൊല്ലം തെറ്റ് ചെയ്തപ്പോ ഞാൻ അയാളെ മറച്ചു വെച്ചിട്ടുണ്ട്, ഇനി അവൻ എന്നെ അനുസരിച്ച് മടങ്ങി വന്നിരിക്കാൻ, അവനെ ഞാൻ മാനം കെടുത്തൂല, മൂസ നബിയെ കാണിച്ചു തരൂല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല, സുബ്ഹാനല്ലാഹ്, 40 കൊല്ലം തെറ്റ് ചെയ്തപ്പോ മറച്ചു വെച്ചില്ലേ, ഇനി ആ ഒരു മനുഷ്യൻ നന്മ ചെയ്തിരിക്കാൻ, അവൻ തെറ്റിലായിരിക്കെ തന്നെ ഞാൻ അവനെ മറച്ചു വെച്ചിട്ടുണ്ട്, ഇനി അവൻ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരിക്കാൻ, ഇനി ഞാൻ അവനെ നാണം കെടുത്തൂല, മൂസ നബിയെ പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല തൗബ ഇഷ്ടപ്പെടുകയാണ്. അവനിലേക്ക് മടങ്ങിയാൽ അല്ലാഹു പോലും സിത്തീറാണ്, തിന്മ അല്ലാഹു മറച്ചു വെക്കുകയാണ്. അല്ലാഹു പറഞ്ഞൂടെ, ആ മനുഷ്യനെ പ്രത്യേകമായി ഒരു അദാബ് ചെയ്തിട്ട് അല്ലാഹുവിനെ അയാളെ മരിപ്പിക്കുക, എന്തെങ്കിലും ചെയ്യാം, മാനം കെടുത്താം, റബ്ബ് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മുജാഹിർ, അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, തിന്മ പരസ്യമായി ചെയ്യുന്നവർക്കൊഴികെ. ആരാ നബി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു? അള്ളാഹു അവൻ ചെയ്ത തിന്മ രാത്രി ചെയ്ത് അള്ളാഹു മറച്ചു വെച്ചു, നേരം വെളുത്തപ്പോ അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇന്നലെ ഇന്നതൊക്കെ ചെയ്തു എന്ന്. അവൻ അള്ളാഹു പുറത്തു കൊടുക്കൂല. അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട്, അതവൻ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, അവനത് ടെക്സ്റ്റ് ചെയ്തു, ടൈപ്പ് ചെയ്തു കൊടുത്തു, അതിന്റെ ഫോട്ടോസ് വീഡിയോസ് അറ്റാച്ച് ചെയ്തു, ഞാൻ ഇന്ന തിന്മ ചെയ്തു എന്ന് പരസ്യപ്പെടുത്തിയ ആളുകൾ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു പുറത്തുവേ, തൗബ ചെയ്ത് മടങ്ങിക്കൂടി. അള്ളാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്.